അങ്ങനെ ഒരു ദിവസം കൈലാസ് തിയേറ്ററിൽ സിനിമ കാണാൻ 3 പേരും കൂടെ പോവുകയും ചെയ്തു. കൈലാസ് തിയേറ്ററിന്റെ സൈഡിലോട്ട് നല്ല മൂടൽമഞ്ഞുണ്ട്. ഞങ്ങളുടെ വയനാട് കാണുന്ന ഒരു സീനാണിത്. ഏത് പടമാണ്? കൈലാസിൽ ഏത് പടം എന്ന് പറഞ്ഞില്ല, നല്ല പടമായിരുന്നു കേട്ടോ. നല്ല മറ്റേ അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എന്തായാലും ആ ചുറ്റും വയലാണ്. വയലിനകത്ത് വെള്ളം ഇങ്ങനെ മൂടി കിടക്കാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്ന മഴത്ത് ഏതോ ഒരു പയ്യൻ വന്നു. അപ്പൊ അവനെ ഞങ്ങളൊന്ന് ടീസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഫലമായിക്കണം ഞങ്ങൾ പുറത്ത് പോയത് മുമ്പിൽ പോകുന്ന ഒരാളെ കാണുന്നില്ല. അതായത് ഞാൻ പറഞ്ഞില്ല. അതായത് പറഞ്ഞത് ഇവിടെ പലർക്കും ആദ്യക്കായ്ക്ക് വരുന്നതാണ് പറഞ്ഞില്ല. ജയൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രദീപിനെ കാണുന്നില്ല. ആളെ കാണുന്നില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ അവിടെ എങ്ങാണ്ട് കളിപ്പിക്കാൻ ഞങ്ങളെ കളിപ്പിക്കാൻ മാറിയിരിക്കാന്ന് പറഞ്ഞ് ഞാൻ നോക്കാൻ പോയി. ഞാൻ അതിന്റെ കുറെ അണിഞ്ഞേട്ടൻ അല്ല ഈ കുഴിക്കും. അതിനകത്ത് കുഴിച്ചിട്ടിരിക്കായിരുന്നു. അപ്പം അതിനകത്ത് പോയി ഞങ്ങൾ 3 പേര് അവിടെ തന്നെ പോയേനെ. ഭാഗ്യത്തിന് അവര് ചുറ്റും കല്ല് വെച്ചിരുന്നു, പാറക്കല്ല് വെച്ചിരുന്നു. അപ്പം ഞാനും പ്രദീപനും പതുക്കെ കല്ലിൽ പിടിച്ച് വെളിയിൽ ചാടി. അപ്പത്തേക്കും ഭാഗ്യത്തിന് ജയനും പൊങ്ങിയത് ഞങ്ങള് പിടിച്ചകത്താക്കി വെളിയിലാക്കി. അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞങ്ങൾ റിവീൽ ചെയ്തത്. ഞങ്ങൾക്ക് ഞാനൊരു 7ാം ക്ലാസ്സിലായിരിക്കും, പ്രദീപൻ 5ാം ക്ലാസ്സിലും അത്രയൊക്കെ ഉള്ളൂ. അച്ഛൻ ഒരു 3, 4, 5 ഒക്കെ ആയിക്കണം. അത്ര ചെറിയ മോളിൽ അത്രയൊക്കെ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇതുണ്ട്, പിള്ളേരെ തനിച്ച് വിടാറില്ല. പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ തനിച്ച് വിടുമായിരുന്നു. അതെന്താണ് അത് മൃഗങ്ങൾ പറയും.